മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി.കെ. മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയറാകും. 2.5 വർഷത്തിന് ശേഷം ഷൈനി മാത്യുവിന് മേയർ പദവി നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചു. മേയർ പദവി പ്രതീക്ഷിച്ചിരുന്ന ദീപ്തി മേരി വർഗീസ് പ്രതിഷേധമറിയിച്ച് കെ.പി.സി.സിക്ക് പരാതി നൽകി. ഡെപ്യൂട്ടി മേയർ പദവിയിൽ ആദ്യ ടേം ദീപക് ജോയ്ക്ക് നൽകാനും 2ാം ടേം കെ.വി.പി. കൃഷ്ണകുമാറിന് നൽകാനും തീരുമാനമായി. 2 ദിവസമായി DCCയിൽ നടന്ന കൂടിയാലോചനകൾക്ക് പിന്നാലെയാണ് തീരുമാനം. പാലാരിവട്ടം കൌൺസിലർ വി.കെ. മിനിമോൾ ആദ്യ 2.5 വർഷം മേയറാകും. 2ാം ടേമിൽ ഫോർട്ട് കൊച്ചി കൌൺസിലർ ഷൈനി മാത്യു ആകും മേയർ. 4 വട്ടം കൌൺസിലറായ ജില്ലയിലെ കോൺഗ്രസിന്റെ മുന്നണി പോരാളികളിൽ ഒരാളാണ് വി.കെ. മിനിമോൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിന്റെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും നിലപാടാണ് മിനിയെ തുണച്ചത്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് ശക്തമായി ഉയർന്നെങ്കിലും കൌൺസിലർമാരുടെ പിന്തുണ ലഭിക്കാത്തത് തടസ്സമായി. തീർച്ചയായും 3 വട്ടം കൌൺസിലറായി ഇപ്പോൾ 4ാം വട്ടമാണ് ജയിച്ചു വന്നിരിക്കുന്നത്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. ചെറുപ്പത്തിലെ തന്നെ കോർപ്പറേഷൻ കൌൺസിലെത്തുക, പരിചയസമ്പന്നത ഒരു പ്രധാന ഘടകം, ജയിച്ച ഡിവിഷനുകളിൽ നിന്ന് വീണ്ടും ജയിക്കുക, അതൊക്കെ ഒരു പരിഗണന തന്നെയാണ്. വലിയൊരു അംഗീകാരമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ഈ പാർട്ടിയുടെ വലിയ പ്രവർത്തകയായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ഈ സ്ഥാനത്തെ കാണുന്നത്. മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ച 2 പേരും ലത്തീൻ സമുദായക്കാരായത് സഭയുടെ ആവശ്യം പരിഗണിക്കുന്നത് കൂടിയായി. സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഇവർ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അത് പാലിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാന നിമിഷം താഴെപ്പെട്ടതിന്റെ പ്രതിഷേധത്തിലാണ് ദീപ്തി മേരി വർഗീസ്. അതിലുള്ള അതൃപ്തിയും നിരാശയും അവർ പരസ്യമാക്കി. അതിൻ്റെ അകത്തൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലല്ലോ. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വോട്ടിങ്ങോ രഹസ്യ ബാലറ്റ് സിസ്റ്റമോ ഒന്നും നടന്നിട്ടില്ല. പിന്നെ കോർ കമ്മിറ്റി കൂടാതെ എന്തുകൊണ്ടത് പ്രഖ്യാപിച്ചു എന്നുള്ളത് പ്രഖ്യാപിച്ച ആളുകൾ പറയട്ടെ. KC ഗ്രൂപ്പുകാരിയായ ദീപ്തിയെ അനുകൂലിച്ച് മാത്യു കൊഴുനാടൻ MLAയും അജയ് തറയിലും രംഗത്തെത്തി. മീഡിയ 1 കൊച്ചി.